90s ഇറങ്ങിയ ഈ ഒരു ഇംഗ്ലീഷ് സിനിമയെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് ദ ബിഗ് ലബോസ്കി. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കോയൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ജോവൽ കോയൻ ആൻഡ് ഈത്തൻ കോവൻ. ഇവർ സംവിധാനം ചെയ്ത ഫാർഗോ എന്നൊരു സിനിമ കണ്ടതായിരുന്നു ഞാൻ. അത് മറ്റൊരു കിടിലൻ ഡാർക്ക് കോമഡി ക്രൈം ജോൺറയിലുള്ള ഒരു സിനിമ കൂടിയാണ്. ഇതിലെ നായകനായ ഡൂഡ് എന്ന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് ജെഫ് ബ്രിഡ്ജസ്. അയൺമാൻ പടത്തിലെ ആ മൊട്ടവില്ലൻ. എജ്ജാതി പെർഫോമൻസ് ആണ് ജെഫ് ബ്രിഡ്ജസ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. എന്റെ ഫേവറേറ്റ് മൂവി ക്യാരക്ടറാണ് ഈ സിനിമയിലെ ഡൂഡ് എന്ന കഥാപാത്രം. പണിക്കൊന്നും പോവാതെ ചങ്ങായിമാരോടൊപ്പം ബോളിംഗ് കളിക്കാൻ പോയിട്ടും വൈബ് ചെയ്ത് നടക്കുന്ന ഒരു ചിൽഗായി. റിയൽ ലൈഫിൽ ഇതുപോലെ അൺറിലയബിൾ ആയ ആൾക്കാരെ കാണുമ്പോൾ തെറി വിളിക്കാനും തോന്നും. എന്നാൽ സിനിമയിൽ ഇത്തരത്തിൽ ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത ഫ്ലോഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ നായകനായി കാണാനാണ് എനിക്കിഷ്ടം. ഇവർക്ക് സിനിമയുടെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ ഞാൻ അടുത്ത് കണ്ടത് ഈ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ ലഭിച്ച വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയിലെ ലിയോണാർഡോ ഡിക്കാപ്രിയോ അഭിനയിച്ച കഥാപാത്രമാണ്. അതുപോലെ തന്നെ ഇതിൽ ഡൂഡിന്റെ കൂട്ടുകാരനായ വള്ളി കഥാപാത്രമായി അഭിനയിച്ച ജോൺ ഗുഡ്മാൻ പടത്തിൽ മൊത്തം സീനായിരുന്നു. ഈ സിനിമ ഡാർക്ക് കോമഡി, നിയോനോയർ, സ്റ്റോണർ, സെറ്റയർ എന്നീ ഒരുപാട് ജോണറുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്തരം ഡാർക്ക് കോമഡി സിനിമകളിലുള്ള തെറിവിളികളടങ്ങുന്ന നോർമൽ കോൺവെർസേഷനിൽ ഫിലോസഫിയും പൊളിറ്റിക്സും പറയുന്നതിലൂടെയുള്ള ഓക്വേർഡ്നെസ്സും പിന്നെ ചില ഡയലോഗുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കോമഡി വന്നു ചേരുന്നുണ്ട്. പിന്നെ നയലിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റിനെ സറ്റൈറിക്കലിയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. നയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവർ ജീവിതത്തിൽ ഒന്നിനെയും വില കൽപ്പിക്കാത്തവരാണ്. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണ്? പണം, സന്തോഷം, സ്നേഹം, സൗഭാഗ്യങ്ങൾ, ആഹാരം തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇവർ ജീവിതത്തിൽ ഒന്നിനും അവർ ഒരു വിലയും കൊടുക്കില്ല. ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നയലിസ്റ്റ് വിഭാഗത്തിലെ ആളുകളെ ഊക്കുന്ന ഒരു രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആക്ഷനുകൾ കണ്ട് ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇതൊരു വെറൈറ്റി സിനിമയാണ്. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ഇതൊരു നോട്ട് എവറി വൺസ് ചായപ്പൊടി പാക്കറ്റ് എന്നതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സിനിമയല്ല. ഇതിൽ ഒരുപാട് യോൺട്രയിലുള്ള സിനിമകൾ പാരഡി ചെയ്യുന്നുണ്ട്. ഡിറ്റക്റ്റീവ് സിനിമകൾ, ക്രൈം ഡ്രാമ സിനിമകൾ, അതുപോലെ ഓൾഡ് വെസ്റ്റേൺ സിനിമകൾ, മ്യൂസിക്കൽ എന്ന ഒരുപാട് ജോൺറകളെ പാരഡി ചെയ്യുന്നുണ്ട്. ഇതൊരു കിഡിലൻ സൗണ്ട് ട്രാക്ക് കൂടിയുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇതിലെ ഡൂഡ് എന്ന കഥാപാത്രം അടിച്ച് ഹൈ ആയിട്ട് സിറ്റുവേഷൻ കാണിക്കുന്ന ആ ഡ്രീം സീക്വൻസ് ആണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. അത് അവർ പ്രസന്റ് ചെയ്ത രീതി വളരെ രസകരമായിരുന്നു. പ്രൊഫാനിറ്റി, ന്യൂഡിറ്റി എന്നിങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് ഈ സിനിമയുടെ ഏജ് റേറ്റിംഗ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ഇത് റിലീസായപ്പോൾ ഫ്ലോപ്പ് ആയതും കുറെ കാലങ്ങൾക്ക് ശേഷം പ്രേക്ഷകർ ഏറ്റെടുത്തതുമായ ഒരു നല്ലൊരു കൾട്ട് ക്ലാസിക് കോമഡി ചിത്രമാണ്.